റിപ്പോർട്ടർ ടി വി അതുപോലെ കേരളത്തിലുള്ള മെയിൻ സ്ട്രീം ചാനൽസൊക്കെ എന്ത് കാര്യത്തിലാണ് എന്നെ UAE പോലീസ് ഡ്രഗ് കേസിന് പിടിച്ച് അറസ്റ്റിലാക്കിയെന്ന് പറഞ്ഞത് എന്നുള്ളത് രേഖാസഹിതം തെളിയിക്കേണ്ടതുണ്ട്. അതിൻ്റെ രേഖ സഹിതം തെളിയിക്ക് അവനെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് റിപ്പോർട്ടർ ടി വി ഒക്കെ പബ്ലിഷ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഇത് എൻ്റെ കാസറ്റ് ഹക്കീം യവ ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിലുള്ളൊരു പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും സ്ത്രീവിരുദ്ധതയ്ക്കും മറ്റേ ലഹരി മാഫിയയ്ക്കുമൊക്കെ എതിരെ ശബ്ദമുയർത്തി പോരാടുന്ന ഒരു യുവ എന്തോ ഒരു സാമാന്യമായിട്ടാണ് ഇവൻ രംഗത്ത് വന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യവൻ അതേ ലഹരി അടിക്കുന്നതും യവൻ ഏതോ പെണ്ണുമായിട്ട് ഡിങ്കോൾഫി ആണെന്നൊക്കെയുള്ള സാധനം പുറത്ത് വന്നിട്ട് ഇവനെ ദുബായ് പോലീസ് പിടിച്ച് അകത്തിട്ടുന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ഒരു വീഡിയോ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാ ആൻ്റണി പെപ്പെ 25 ലക്ഷം രൂപ പറഞ്ഞ് പേടിപ്പിച്ച് സെറ്റിൽമെൻറ്റ് അടിച്ച് തൂക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാരാ ഡ്രേക്കാ പുറത്തുകൊണ്ടുവന്നേ. ഡ്രേക്കാരാ യവൻ്റെ സുഹൃത്ത്. ഇനി നമ്മൾ വേറൊരു യൂണിവേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഫസ്മിന സാക്കിർ അറിയാലോ ഇല്ലേ? ഫസ്മിനയുടെ തൊപ്പിയുടെ വിഷയത്തിൽ ഈ തൊപ്പിയുടെ സുനാപ്പിയും ലല്ലുവിൻ്റെ സുനാപ്പിയൊക്കെ ഇവൻ്റെ ടെലഗ്രാമിലൂടെയാണ് റിലീസ് ചെയ്തത്. അപ്പോൾ അവരാരാ? അവർ ഫ്രണ്ട്സ്. ഇതാണ് സംഭവം. അപ്പോൾ ഇവനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത വളരെ വ്യാപകമായി സകല മെയിൻ സ്ട്രീമിലും വന്നിട്ടുണ്ടായിരുന്നു. പല യൂട്യൂബേഴ്സും ഈ സാധനം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു ന്യായീകരണം വന്നു. എന്നെ ഒരുത്തനും ജയിലിൽ പിടിച്ചിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഹക്കീമിൻ്റെ ഒരു സാധനം വന്നു. നമുക്ക് ഹക്കീമിൻ്റെ വീഡിയോ ആദ്യം കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പോവാം. റിപ്പോർട്ടർ ടി വി അതുപോലെ കേരളത്തിലുള്ള മെയിൻ സ്ട്രീം ചാനൽസൊക്കെ എന്ത് കാര്യത്തിലാണ് എന്നെ UAE പോലീസ് ഡ്രഗ് കേസിന് പിടിച്ച് അറസ്റ്റിലാക്കിയെന്ന് പറഞ്ഞത് എന്നുള്ളത് രേഖാസഹിതം തെളിയിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി അവർ ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്ത് കാര്യത്തിലാണ് എന്നെ എൻ്റെ പൊന്നു മോനെ, അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമൊന്നും നീ പറയല്ലേ. ഇവൻ കാണിച്ചിട്ടുള്ള കേട് പറയാൻ പോലും പറ്റത്തില്ല. ലഹരിക്കെതിരെ സംസാരിക്കുന്നു, യവൻ ലഹരി അടിക്കുന്നു. സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുന്നു, അതേ വിഷയത്തിൽ. അത് ഞാൻ മുമ്പോട്ടുള്ള വീഡിയോസിൽ ഈ വീഡിയോയ്ക്ക് തന്നെ കാണിക്കുന്നുണ്ട്. മറ്റ് സെലിബ്രിറ്റീസിനെയൊക്കെ അവരുടെ പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തൂക്കി അത് സ്റ്റോറി ഇട്ട് അവരെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടുന്നു. അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ചൊന്നും സംസാരിക്കില്ല മോനെ. അപ്പം നിനക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസിനെതിരെ നീ സംസാരിച്ചോ? നിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഒരു തരുമ്പൊരു സാധനം നീ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പം അക്കൗണ്ട് ആ വാക്കൊക്കെ അങ്ങ് വിട്ടായിരുന്നു. സാധനം പറ. ഒരു വാർത്ത നാട്ടിൽ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. റിപ്പോർട്ടർ ടി വിയിലെ ആളുകൾ കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ റിപ്പോർട്ടർ ടി വിയിലെ ആളുകൾക്കെതിരെ വീഡിയോ ചെയ്തിരുന്നു. മുട്ട വന്നിരുന്നതിൻ്റെ പടുവാന്ന് പറയുന്നത് മുട്ടയുടെ റൂമിൽ ഒളി ക്യാമറ വെച്ച് മുട്ടനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ റിപ്പോർട്ടർ ടി വിയിൽ നിർത്തുന്നത് എന്നുള്ളത് മുട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ തെളിവുകൾ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ടർ ടി വി പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ബാക്കിയുള്ള ചാനൽസൊക്കെ എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അതിനുള്ള തെളിവോ കാര്യങ്ങളോ എന്തെങ്കിലും അവരും കാണിക്കേണ്ടതാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ബംഗാളി പാസ്പോർട്ടോ പാകിസ്ഥാനി പാസ്പോർട്ടോ ഒന്നും എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം. ബംഗാളി പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ ബംഗാളി പാസ്പോർട്ടുമായിട്ട് അവിടുന്ന് നാട് വിടാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഡ്രേക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻസ് കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊന്നും ഇല്ല, എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ, എൻ്റെ കരങ്ങൾ ശുദ്ധമാണ് എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ശുദ്ധം ഭയങ്കര ക്ലീൻ അല്ലേ, ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കഴുകും കൈയൊക്കെ, ഭയങ്കര ശുദ്ധം എൻ്റെ കൈ. എൻ്റെ കയ്യിൽ പാസ്പോർട്ടുണ്ട്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ ദുബായിലുണ്ട്, ഞാൻ സേഫാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ അപ്പോൾ പുള്ളിക്കാരൻ സേഫ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ അല്ല പുള്ളിക്കാരൻ വന്നത്. സൈക്കോ കള്ളൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല, അറിയത്തില്ലെങ്കിൽ വിട്ടാരെ. സൈക്കോ കള്ളൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരൻ ഹാൻഡിൽ ചെയ്യുന്ന പുതിയ ചാനലിൽ കൂടെ വന്നെയാണ് സ്റ്റോറി ഇട്ടത്. എന്തിന് പുതിയ ചാനലിൽ കൂടെ വന്ന് സ്റ്റോറി ഇട്ടു? ഹക്കീമിൻ്റെ ഫോൺ പോയി. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരാൾ പൂച്ചക്കുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ട് എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറയുന്ന പോലെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. ഡിസ്പ്ലേ മാറാൻ UAE കുറഞ്ഞൊരു 45 ദിവസം എടുക്കും. അപ്പോൾ 45 ദിവസം. അതുകൊണ്ട് ഞാൻ വേറൊരാളുടെ ഫോൺ മേടിച്ചിട്ട് അയാളുടെ അതിനകത്ത് ഈ സൈക്കോ കള്ളം മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും പാസ്വേഡും മേടിച്ച് അതിലൂടെ ലോഗിൻ ചെയ്ത് നിങ്ങളെ അറിയിക്കാനുള്ളത്. അതായത് 10-35,000 ആൾക്കാരുള്ള പേജിൽ കൂടെ അവൻ അറിയിക്കേണ്ട, 2,000 പേരുള്ള പേജിൽ കൂടെ അവൻ അറിയിച്ചിട്ട് ലോഗൗട്ട് ചെയ്ത് ഫോൺ കൊടുത്തു. എനിക്ക് ഫോൺ വേണ്ട, ഫോൺ ഡിസ്പ്ലേ പോയിരിക്കുക. ഡിസ്പ്ലേ ഇവിടെ 2 മണിക്കൂർ ഡിസ്പ്ലേ മാറത്തിരും. അപ്പോഴാണ് ശരി. അത് വേറെ കുറേ സ്റ്റോറികൾ ഈ 2,000 അടങ്ങുന്ന പേജിൽ കൂടെ പബ്ലിഷ് ചെയ്ത് നമുക്കൊന്ന് കേൾക്കാം. ലൈക്ക് എന്തൊക്കെയാണ് ലഹരി കേസിന് പോലീസ് പിടിച്ചു ജയിലിൽ. പിന്നെന്താണ് ബംഗാളി പാസ്പോർട്ടോ? പക്ഷേ എന്ത് കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ കാണണോ? വേണമെങ്കിൽ കാണിച്ചാലോ? ഇതിരിക്കുന്നു. ഇതല്ലാതെ വേറെ പാസ്പോർട്ടും ഇല്ലട്ടോ എൻ്റെ കയ്യിൽ. ഓക്കെ. ഇത് പാസ്പോർട്ട്, ഇത് ഇന്ത്യയുടെ മറ്റേ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് സംഭവം എന്നറിയുമോ? ഈ ലഹരി ആശാൻ അടിച്ചായിരുന്നു ആശാനെ. ആ സാധനം പുറത്തു വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊരു മനസ്സിൽ ചില്ലുകൂട്ടിലൊരു വിഗ്രഹം ഉടഞ്ഞ് വീഴാതിരിക്കുക. എക്സ്പ്ലനേഷൻ ഐ ആം വെയിറ്റിംഗ്.
എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി. അതാണ് ഒരു പ്രശ്നം. ഒന്ന് റെഡി ആവട്ടെ. ഇത് വേറെ ഫോണാണ്. ഫോണിൻ്റെ ഡിസ്പ്ലേ ചെയ്യൊക്കെ എത്ര നാളെടുക്കുമെന്നാണ് ഈ പറയുന്നേ? നിങ്ങളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എൻ്റെ പൊന്നെ ഹക്കീമെ, നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളല്ലേ, ഒരുത്തൻ്റെ ഉടായ്പ തൂക്കിക്കൊണ്ടിരുന്ന ഒരാളല്ലേ. അപ്പോൾ ഒരു മര്യാദയ്ക്കുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ. നമ്മളൊരു സജഷനാണേ, വീഡിയോ കാണുന്ന നിലയിൽ ഒരു സജഷനാണ്. ഈ പേജ് ഹാൻഡിൽ ചെയ്തിരുന്നത് സൈക്കോ കള്ളനാണ്. അപ്പോൾ അവൻ്റെ കയ്യിലാണ് ഇതിൻ്റെ പാസ്വേഡ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ പേരിൽ തന്നെ ഉണ്ട് സൈക്കോ കള്ളൻ. അവനാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഹക്കീമിന് എത്ര പേജുകളുണ്ട്? ഒരു 1.5 മാസത്തിനകത്ത് ഒരു പേജ് അടിച്ചു പോകും, അടുത്ത 1.5 മാസത്തിനകത്ത് അടുത്ത പേജ് അടിച്ചു പോകും. പക്ഷേ ഇതൊക്കെ പ്രോഫിറ്റ് ആട്ടോ. ഈ പേജ് അടിച്ചു പോകുന്നതിന് മുമ്പ് അവൻ്റെ എന്തെങ്കിലുമൊക്കെ നല്ലോണം കാശ് കൊയ്യും. പെയ്ഡ് പ്രൊമോഷൻ അത് കുഴപ്പമില്ല, അത് നിയമപരമായിട്ടുള്ള സാധനം. അവിടുന്ന് ഇവിടുന്നൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ള പൈസ കിട്ടില്ല. ഞാൻ വേറെ കൂട്ടുകാരൻ്റെ ഫോൺ വാങ്ങിയിട്ട് ഈ പേജിൽ നിന്ന് സ്റ്റോറി ഇടുന്നത്. എൻ്റെ പേജ് എൻ്റെ ഫോണിലാണല്ലോ. അപ്പോൾ ഞാൻ മുഴുവൻ ഡീറ്റെയിൽസും അധികം വൈകാതെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും എനിക്ക് എക്സ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാതും ഞാൻ വൃത്തിക്ക് എൻ്റെ പേജിലിടും. എക്സ്പോസോ? ഇനി എക്സ്പോസും ചെയ്യാനുണ്ടോ? ഇത്ര എക്സ്പോസ് ആയത് പോരെ? ഈ ഹക്കീം നാട്ടിൽ നിന്ന് ദുബായിലേക്ക് കയറി പോകുന്ന കഥ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എറണാകുളത്തോടെ നടന്നു പോകുമ്പോഴത്തേനും കത്തിമുന്നിയിൽ നിർത്തി ഭാര്യയുടെ കൂടെ സെൽഫി എടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. അതിന് പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേനും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസ് ജീപ്പ് ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതിൽ നിന്നാണ് അണ്ണൻ കയറി വിദേശത്തേക്ക് തെറിയുന്നത്. അവിടെ ചെന്നപ്പോൾ ലഹരി മാഫിയക്കെതിരെയും സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പല വിഷയങ്ങൾക്കെതിരെയും സംസാരിച്ചിട്ട് ഭയങ്കര മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കയറ്റും. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലാണ് പരിപാടി ഇരിക്കുന്നത്, എഡിറ്റിങ്ങിൽ. അങ്ങനെ പരിപാടി കയറ്റി പുള്ളിക്കാരൻ ഭയങ്കര ഹിറ്റായത്. അതിനുശേഷം പുള്ളിക്കാരനെ കുറിച്ച് ഒരുപാട് എലിഗേഷൻസ് വരുന്നു. പല സ്ത്രീകളെയും ചതിക്കുന്നു, തൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനോട് പ്രൈവറ്റായിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ പുള്ളിക്കാരൻ സ്റ്റോറി ഇട്ട് ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കുന്നു. അതായത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ടെക്നിക്ക്, പക്ക ഒരു അണ്ടർ വേൾഡ് പരിപാടിയാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ പുള്ളിക്കാരൻ ഫസ്മിന സാക്കിറുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നേ. അപ്പോൾ ഫസ്മിന ഈ അവനുമായിട്ട് എങ്ങനെയാണ് കമ്പനി ആയത്, ഹക്കീമായിട്ട് എന്താ പ്രശ്നം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹക്കീമിൻ്റെ മറ്റേ ഒരു ട്രാക്കേ ശരിയല്ല. പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയാൽ കറണ്ട് ഒന്നും കറക്റ്റായിട്ടുള്ള സാധനങ്ങളല്ല പുറത്തേക്ക് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ എനിക്കറിയാൻ പാടില്ല. ഇനി സത്യസന്ധനാണ്, അവൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ പുള്ളിക്കാരൻ തന്നെ തെളിയിക്കണം. നമുക്കതിൽ ഫസ്മിനക്ക് കേൾക്കാനുള്ളത് കേൾക്കാം. ആൻഡ് ഒരു പോയിന്റ് എത്തി വേറെ ഐ ഫെൽറ്റ് ലൈക്ക് എനിക്കിനി ജീവിക്കണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ ഈ ഹക്കീമിൻ്റെ ഇത് കാണുന്നത്, വേർ ഹി മോട്ടിവേറ്റ്സ് പീപ്പിൾ ആൻഡ് അതർ സ്റ്റഫ്. അങ്ങനെ ഞാൻ ഹക്കീമിന് ഹലോ അയക്കുന്നു, മെസ്സേജ് അയച്ച് ഫസ്റ്റ് മെസ്സേജ് ഐ തിങ്ക് ഹലോ ഹായ് ആൻഡ് ഐ ടെക്സ്റ്റഡ് ഹിം. ഒരു പരിചയമില്ലാണ്ട് ഐ എം ടെക്സ്റ്റിംഗ് ഹിം. ഫസ്റ്റ് മെസ്സേജ് ഹലോ ഹായ് കേട്ടോ. നമ്മളൊക്കെ ഒരാൾക്ക് ഫസ്റ്റ് മെസ്സേജ് അയക്കുമ്പോഴത്തേനും ഹേ കേരള സംസ്കാരത്തിൻ്റെ ആഗോളതാപനത്തിൽ നിന്നും പറന്നുയർന്ന ശിശിരമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ ആദ്യം പുള്ളിക്കാരി ഹായ് ഹലോ എന്ന് ആദ്യം അയച്ചു. മനസ്സിലായോ? ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ലിവിങ്. അപ്പോൾ തന്നെ ഹി കോൾ മീ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്ക് ഫുള്ളായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല, എങ്കിലും ഒരു പോയിന്റ് വരെ ഞാൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു ആൻഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഐ സെൻഡ് ദ സ്ക്രീൻഷോട്ട്, ചാറ്റ്സ്, എനിക്ക് തല്ല് കിട്ടിയ അടയാളങ്ങൾ ഇതെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. ലല്ലുവിനെ കുറിച്ചിട്ടാ യവനോ ഒരുത്തൻ വീഡിയോ ഇടുന്ന കണ്ടിട്ട് അവനോട് പോയി മനസ്സങ്ങ് തുറന്നു. ലല്ലു എന്നെ തല്ലി, ലല്ലു എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചാറ്റ് സ്ക്രീൻഷോട്ട് എന്നാ വെച്ചോ കണ്ടോ. അവനാരാ? മറ്റുള്ളവർക്ക് എക്സ്പോസ് ചെയ്യുന്ന ആളുകൾ. അവനെ വിശ്വസിച്ച് അവൻ ഈ ചാറ്റെല്ലാം അയച്ചു കൊടുത്തു. പിന്നെ അവനെ മാത്രം തെറ്റ് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾക്കിടയിലുള്ള പേഴ്സണൽ ചാറ്റുകളും സാമാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാൻ താല്പര്യം ഇല്ലാതിരുന്നൊരു സമയത്ത് അവൻ അയച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഫസ്മിനയുടെ ഭാഗത്തും തെറ്റുണ്ട് കേട്ടോ. ഫസ്മിനെ ഹി വാസ് ലൈക്ക് എല്ലാം ശരിയാവും അങ്ങനെ വി ടോക്ട് ഫോർ എ വൈൽ ആൻഡ് ഐ ഫെൽറ്റ് ഗുഡ് ബിക്കോസ് ഫ്രണ്ട്സിന് പോലും അറിയാത്ത കാര്യങ്ങൾ ഐ ഷെയർഡ് ഇറ്റ് വിത്ത് സംവൺ ആൻഡ് ഐ തോട്ട് ഇറ്റ്സ് ഓക്കെ. നല്ല കുഴിയിലാണ് കൊണ്ട് കാല് വെച്ചത്. ഫ്രണ്ട്സിന് പോലും അറിയാത്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ട് അയച്ചു കൊടുത്തു. ആർക്ക് അയച്ചു കൊടുത്തു? ഹക്കീമിന് അയച്ചു കൊടുത്തു. ഹക്കീം ആരാ? ഇവിടുന്ന് പെണ്ണിനെ കത്തിമുന്നിയിൽ ഭർത്താവിനെ നിർത്തി ഭാര്യയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധിച്ചവൻ, മറ്റേ പേഴ്സണൽ ചാറ്റുകൾ പുറത്തിട്ട് അതിൽ നിന്നും ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടുന്നവൻ, അവൻ അയച്ചു കൊടുത്ത്. സൂപ്പർ. ഒരാൾ അറിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മനസ്സമാനത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വരുന്നു ഒരു സ്റ്റോറി, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലല്ലു ഇബി. ഞാൻ പോലും അറിയാണ്ട് ഹക്കീം അതെടുത്ത് സ്റ്റോറി ആക്കി. അപ്പം ഇവൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി മനസ്സിലായല്ലോ. ആരുടെ കയ്യിലും വിശ്വാസം പിടിച്ചു പറ്റി അവരുടെ കയ്യിൽ നിന്ന് അവരുടെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളൊക്കെ ചൂണ്ടുന്നു, അവരുടെ സാമ്പത്തിക സ്ഥിതികളും ആസ്തികളും എല്ലാം തിരക്കുന്നു. ഒന്നെങ്കിൽ കണ്ടൻറ്റ്, ഇല്ലെങ്കിൽ കണ്ടൻറ്റിനകത്തുനിന്ന് പൈസ. ഇതാണ് ഇവൻ്റെ ചിന്ത. എന്നിട്ട് ഈ സാധനം അവരുടെ പോലും പെർമിഷൻ ഇല്ലാതെ അവരുടെ പേഴ്സണൽ പ്രൈവറ്റ് ഡീറ്റെയിൽസ് അവർ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് സ്റ്റോറി ഇട്ട് പടയ്ക്കുന്നു. കൊള്ളാം.
ഞാൻ പെട്ടെന്ന് ഷോക്കായി. ബിക്കോസ് ഞാനത് റിവീൽ ചെയ്യുന്നതിന് മുന്നേ, ഞാൻ ആ കാര്യം എൻ്റെ സോഷ്യൽ മീഡിയയിൽ എവിടെയും പറയുന്നതിന് മുന്നേ ഫസ്റ്റ് ഹക്കീം ഇട്ടു. അപ്പോൾ തന്നെ ഞാൻ ടെക്സ്റ്റ് ചെയ്യും, ഇതെന്തിനാണ് ഇപ്പോൾ സ്റ്റോറി ഇട്ട് എന്തിനാണ് ആൾക്കാർ അറിയിക്കുന്നത്, ഇപ്പോൾ ഒരു ലോഡ് ചോദ്യം വരും. അതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ നിന്ന് അടുത്ത സ്റ്റോറി നല്ലു ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാകുന്നു, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമായി. ആൻഡ് ഫൈനലി ഐ വാസ് ലൈക്ക് ഓക്കെ, എന്തായാലും ഇത്രയുമായി, എന്തായാലും നമ്മൾ ഈ അവസ്ഥയിലെത്തി, സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഞാനും അത് ഇതാക്കി. അതിൽ 2-3 സ്റ്റോറീസ് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ബിക്കോസ് ദാറ്റ് വാസ് വെരി പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ്. അതുകൊണ്ടാണ് ആ സ്റ്റോറി ഡിലീറ്റ് ആക്കിച്ചത്. അപ്പോൾ ഹക്കീമിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ ഹക്കീമും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഹലോ മല്ലു ഭയങ്കര കമ്പനിയാ, ഒരു ഭയങ്കര കൂട്ടുകാരാ. പക്ഷേ യവനിട്ട് മണി കൊടുത്തു കൂടെ നിൽക്കുന്നവനിട്ട് കുതിവാലി എട്ടാൻ പറ്റുമോ സക്കീർ ബൈക്ക്? പക്ഷേ ഹക്കീം ക്യാൻ. ആ സാധനം നമുക്കൊന്ന് കേൾക്കാം. ഡോക്ടർ ഡ്രേക്ക് അഥവാ അനന്ത് സുർജിത്ത് ആൻഡ് കോൾ മീ ഹക്കീം. ഇതൊരു അക്യൂസേഷൻ വീഡിയോ അല്ലെങ്കിൽ സ്കാമിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഒന്നുമല്ല. ഹക്കീമിന്റെ ഒരു കേസ് എന്നാലും നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് പേര് അതിനെ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ നടക്കുമ്പോൾ കയറി അടിക്കാന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, ആ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്ന ഉൾപ്പെടുന്നുണ്ട്. ഞാൻ ഹക്കീമിനെ പരിചയപ്പെടുന്ന സമയത്ത് ഹക്കീമിന്റെ പഴയ അക്കൗണ്ട് കുറച്ച് 30K സംതിങ് അക്കൗണ്ടിൽ ഫോളോവേഴ്സ് ഉണ്ട്. ആ സമയത്ത് പരിചയപ്പെട്ട് അന്നോട്ട് ഒരു സമയം വരെ വളരെ നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓൾമോസ്റ്റ് പല ദിവസങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ടല്ല. കാരണം ഞാൻ കൂടുതലും എന്റെ ഫ്രണ്ട്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിലുള്ളവരായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്ക് വളരെ കുറവാണെന്ന് പറയാം. ഹക്കീം വഴി തന്നെയാണ് ഞാൻ അനന്തുവിനെ പരിചയപ്പെടുന്നത്. പക്ഷേ അനന്തുവിനെ പരിചയപ്പെട്ട വെരി ഫസ്റ്റ് ഡേ തൊട്ട് ഇവരൊരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും ആൾ കീപ്പ് ചെയ്യുന്ന ഒരു മര്യാദ എന്ന് പറയുന്ന സാധനമുണ്ട്. അതെനിക്ക് നന്നായിട്ട് അനന്തു ഡോക്ടർ ഡ്രേക്ക് പുള്ളി മര്യാദ ഉള്ളവനാ, പുള്ളി മര്യാദ ഉള്ളവനാന്നാ പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഹക്കീം ഒരു മര്യാദ ഇല്ലാത്തവനാണെന്നൊരു മീനിങ് അതിനകത്തുണ്ട്. അത് മുന്നോട്ട് പറയുന്നുണ്ട്, ശരിക്കും മര്യാദകൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാം. ഞാൻ വളരെ ചുരുക്കം സമയത്ത് മാത്രമേ അനന്തുവിനെ അങ്ങോട്ട് വിളിക്കേണ്ടി വരുള്ളൂ. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇപ്പോൾ കുറച്ചധികം നാളെ ഞാൻ കാണുന്നുണ്ട് ഒരു കോൾ വരും. അനന്തുവിന്റെ ലാസ്റ്റ് സ്റ്റോറിയിൽ അവൻ പറഞ്ഞ പോലെ തന്നെ ഹി യൂസ് ടു കണക്ട് വിത്ത് ഓൾ ദ പീപ്പിൾ ലൈക്ക് ഹിം. അതിലൊരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നാളെ ഇന്ന് വരെ എനിക്ക് അനന്തുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അഖിലാണെങ്കിൽ തന്നെ ഇതേ സോഷ്യൽ മീഡിയ വഴി എന്നെ വെച്ചപ്പെട്ടാണ് എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങളോട് സംസാരിക്കും, വളരെ ഡീസെന്റ് ആയിട്ട് കാര്യങ്ങൾ പറയും, നിർത്തും. പക്ഷേ എനിക്ക് ചെറിയൊരു ഇഷ്യൂ ഫേസ് ചെയ്ത സമയത്ത്, സോഷ്യൽ മീഡിയ തന്നെ ഫേസ് ചെയ്ത സമയത്ത്, ആ സമയത്ത് ഹക്കീമായിട്ട് ഞാൻ ആ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മറ്റെല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ഇവരുടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അത് ഹക്കീം മാത്രം ഈ ലാസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അതേ കാര്യം എടുത്തിട്ടു, അതേ സബ്ജക്റ്റിനെ കുറിച്ച് എന്നോട് സംസാരിക്കും. ഞാൻ ഇത്രയും സത്യം പറഞ്ഞാൽ ഷോക്കായി പോയി. കാര്യം ഇവൻ എന്തിനാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സാധനം എടുത്തിരുന്നത് എന്നുള്ള പോലും ചിന്തിച്ചു പോയി. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് അവിടെ വെക്കാം. നിങ്ങൾ മറ്റാരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ തീർത്തു പോകുക. അല്ലാതെ ഞാനും ഈ ആയിട്ട് യാതൊരു പ്രശ്നമില്ല, ഞാൻ മറ്റാരുടെ ഒരു പ്രശ്നത്തിൽ പോയിട്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നേ ദിവസം രാത്രിയാണ് ഹക്കീമിന്റെ മറ്റേ അടിക്കുന്ന വീഡിയോ പുറത്തു വന്നതും പിന്നെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടോട്ടലി കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പുള്ളിയായിരുന്നു. അവൻ ലാസ്റ്റ് അയച്ച മെസ്സേജിൽ ഉണ്ടായിരുന്ന ഒരു ടെക്സ്റ്റ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അവനെ വെറുപ്പിച്ചത് എന്ന് പറയാം. ചെയ്യുന്ന കണ്ടന്റ്സോ ചെയ്തു വെക്കുന്ന ആക്ടിവിറ്റീസോ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്റെ അടുത്ത് ഒരാൾ എങ്ങനെയാണെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പക്ഷേ ആ ഒരു മൊമെന്റ് എനിക്ക് മനസ്സിലായി ദർ ഈസ് സംതിങ് റോങ് അബൌട്ട് ദിസ് ഗൈ. എവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇന്നേ വരെ ഒരു വീഡിയോ പോലും ഇപ്പോൾ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ഹക്കീമിനെ അഗേൻസ്റ്റ് ആയിട്ടും മറ്റാർക്ക് അഗേൻസ്റ്റ് ആയിട്ടും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എനിക്കറിയില്ല. എനിക്ക് എന്തെങ്കിലും നേരിട്ട് അനുഭവം ഉണ്ടായിട്ടില്ല, തീർച്ചയായിട്ടും ഞാനത് പുറത്തു കൊണ്ടുവരും, പുറത്തിടുകയും ചെയ്യും. അത് ഞാൻ ഒന്നിനും പേടിക്കില്ല, ആരും പേടിക്കേണ്ട കാര്യം എനിക്കില്ല. നാളെ ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇടയ്ക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയതിനു ശേഷം ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഈ കോണ്ടന്റ് ക്രിയേഷൻ കുറച്ച് റിസ്ക് ഉള്ള കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ നിർത്തി വെച്ചേക്കായിരുന്നു. പക്ഷേ ഇന്ന് എന്റെ ബർത്ത്ഡേ ജൂലൈ 6 ബർത്ത്ഡേ ആണ്. സോ ഈ ഒരു ദിവസം തന്നെ എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ചെയ്യുന്ന കോണ്ടന്റിൽ ഒന്നുപോലും ഒരു രൂപ പോലും എവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ല. അതായത് എന്തെങ്കിലും സ്കാം എക്സ്പോസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങളായിട്ടുള്ള എന്ത് ഇന്നേ വരെ ഒരു രൂപ ആരും വാങ്ങിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് വാങ്ങാനുള്ള തീരുമാനം മറ്റെല്ലാവരും അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അലിഗേഷനിലേക്ക് വന്നു വീഴാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം. എന്റെ ലൈഫിൽ നശിച്ചൊരു കാലം ഉണ്ടായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഓക്കെ, അത് പോട്ടെ. അപ്പോൾ ഈ ഹക്കീമും ഇവിടെയും പറയുന്ന ഹലോ മല്ലുവും പറയുന്ന പുള്ളിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യമില്ലാത്ത അസ്ഥാനത്തെടുത്ത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു സാധനം വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഹലോ മല്ലു ഹക്കീമും ആരാ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ഇവർ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന സമയത്ത് തന്നെ ഹക്കീം മൂട്ടിക്കൂടെ ആപ്പ് കെട്ടുന്ന പരിപാടി ചെയ്തു. എങ്ങനെയാണെന്നറിയോ? ഈ നമ്മളിപ്പോൾ ഫസ്മിനയുടെ വീഡിയോ എല്ലാം കണ്ടോണ്ടിരുന്നേ. ഫസ്മിനയുടെ അടുത്ത് പറഞ്ഞു, ഈ ഹലോ മല്ലു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ സീനാവൻ, നീ സ്റ്റോറി ഇട്, അവനെ എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ എക്സ്പോസ് ചെയ്യുന്ന ഇതുങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഫസ്മിന ആയിക്കോട്ടെ, ഈ ഹക്കീം ആയിക്കോട്ടെ, ഡ്രേക്ക് ആയിക്കോട്ടെ, ഒക്കെ ഈ എക്സ്പോസ് മറ്റൊരുത്തൻ്റെ ജീവിതം എക്സ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങളിൽ എത്ര പേര് നല്ല രീതിക്ക് ജീവിക്കുന്നതെന്നും കൂടെ നോക്കണം. മറ്റൊരുത്തനെ ചൂണ്ടാൻ നീയൊക്കെ എലിജിബിൾ ആണോ നോക്കിയിട്ട് വേണം ചൂണ്ടാൻ. ഇപ്പോൾ ഹക്കീമിൻ്റെ ലൈഫ് നോക്ക്, ഫസ്മിനയുടെ കാര്യങ്ങൾ നോക്ക്. നിങ്ങൾക്ക് മറ്റൊരാളെ എക്സ്പോസ് ചെയ്യാനുള്ള അർഹതയില്ലേ? അത് നമുക്ക് ഒരുത്തൻ പേഴ്സണലായിട്ട് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യം അല്ല എടുത്തിട്ട് എക്സ്പോസ് ചെയ്യേണ്ടത്. ശരി, എക്സ്പോസ് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് എന്തെങ്കിലും മര്യാദ വേണം, അല്ലാതെ അവനെ ഭീഷണിപ്പെടുത്തി അവൻ്റെ നിന്ന് പണം തട്ടി എക്സ്പോസിങ്. ഓക്കെ, നമുക്ക് ഹലോ മല്ലുവിലേക്ക് വരാം. ഈ ഹലോ മല്ലുവിനെ കുറിച്ച് ഫസ്മിനോട് ഈ ഹക്കീം സംസാരിച്ച കാര്യം നമുക്കൊന്ന് കേൾക്കാം. ആൻഡ് ഇടയിൽ വെച്ചിട്ട് ദ കെയിം എ പോയിന്റ് വേർ ഹി ടോൾഡ്, പുള്ളിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുന്ന വ്യക്തിയായിരിക്കും, ഹലോ മല്ലൂസ് എന്ന് പറയുന്ന ചാനൽ. ഹലോ മല്ലൂസ് എന്ന് പറയുന്ന ചാനലിൽ പുള്ളിയായിട്ട് ഇവൻ എന്തോ പ്രശ്നം എനിക്കറിയത്തില്ല. ദേ ആർ ഫ്രണ്ട്സ്. പുറമേ നോക്കുമ്പം ഇവർ ഫ്രണ്ട്സാണ്, ഇവർ സംസാരിക്കുന്നതെല്ലാം ഉണ്ട്, ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. അവർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ സംസാരിക്കുന്ന ഇതൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഹക്കീം എന്ന് പറയുന്നു, ഇവൻ ശരിയല്ല, പുള്ളി ശരിയല്ല, പുള്ളിനെ പറ്റി കുറേ കാര്യങ്ങളുണ്ട്, കംപ്ലയിൻസ് ഉണ്ട്, പെണ്ണ് കേസ് കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ആസ് ഐ ആം എ ഡയറക്റ്റ് ഫ്രണ്ട്, എനിക്കത് ഒരിക്കലും റിവീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിനക്കത് സാധിക്കും എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട്
എടാ ഹക്കീമേ, ഈ ഒരു ഒറ്റ പോയിന്റിലാണ് നിനക്ക് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. കാരണം കൂടെ നിന്ന് അവൻ മനസ്സ് തുറന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞൊരു സാധനം നിനക്ക് അവൻ ചെയ്യുന്ന തെറ്റാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ഈ ഹലോ മല്ലുവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി വളരെ ജെന്യുവിനായിട്ട് വളരെ ജെന്റിലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സാധനം തെറ്റാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അവനോട് പറഞ്ഞിട്ട് അത് എക്സ്പോസ് ചെയ്യാനുള്ള ധൈര്യം നീ കാണിക്കണം. അതിന് പകരം അവൻ എൻ്റെ ഫ്രണ്ടാട്ടോ, ഒരു കാര്യം ചെയ്യും, ഫസ്മിനെ ഈ സ്റ്റോറി ഇട്, ഫസ്മിനെ സ്റ്റോറി ഇട്ടിട്ട് ഇത് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് സെറ്റിൽമെൻറ്റ് സംസാരിക്കാം. സ്വന്തം കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ്റെ വരെ കാലർത്ത് മാറ്റുന്ന പരിപാടിയാണ് ഈ ഹക്കീം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഹലോ മല്ലു എന്ന് പറയുന്നവൻ അവൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ച് പറഞ്ഞിരുത്താൻ, ഈ ഹലോ മല്ലുവിന് അവന് വരുന്നൊക്കെ വിളിക്കുന്നത് ക്ഷമിക്കണം കേട്ടോ, നമ്മൾ ഒരു ഫ്ലോയിൽ പറഞ്ഞു തന്നെ, പുള്ളിയായിട്ട് ഞാൻ ചെറിയൊരു കോൺടാക്ട് ഉണ്ട്, വലിയ കണക്ഷനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് അമ്മാനവാടി. ബേസിക്കായിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരുത്തൻ്റെ അടുത്തും പേഴ്സണൽ ലൈഫ് പോയി എക്സ്പോസ് ചെയ്യാൻ നിൽക്കരുത്. എന്തെങ്കിലും ഒരു സമയത്ത് ഇതൊക്കെ മലത്തി അടിക്കും. ഓക്കെ, അപ്പോൾ ഹലോ മല്ലു എന്ന് പറയുന്ന പുള്ളിക്കാരൻ വെറും വൃത്തിയിട്ടവനാണ്. പെണ്ണ് കേസുണ്ട്, പുള്ളിക്കാരനെ എക്സ്പോസ് ചെയ്യണം. അവൻ എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നിനക്ക് എക്സ്പോസ് ചെയ്യാമല്ലോ, നീ എക്സ്പോസ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഡീൽ സംസാരിക്കാം. പറ. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനൊരു സ്റ്റോറി ഇടുന്നു. സ്റ്റോറി ഇട്ട ഉടനെ ഹക്കീം എനിക്ക് അത് കഴിഞ്ഞ് കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നു. ഇതൊക്കെയാണ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, നീ സ്റ്റോറി ഇട്ടാൽ കുറച്ചും കൂടി ഇൻഫർമേഷൻ നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഹലോ മല്ലൂസ് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ സംസാരിച്ചു, പക്ഷേ ഹക്കീം അത് ബ്ലോക്ക് ചെയ്തു. നീ സംസാരിക്കേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചോളാം. പക്ഷേ ആ ടൈമിൽ അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ദെൻ കെയിം ദ നെക്സ്റ്റ് പേഴ്സൺ, ഫിറ്റ് വിത്ത് ദിൽസിൽ. അതും അങ്ങനെ തന്നെ, അവൻ്റെ ഫ്രണ്ട് തന്നെ, അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് അവൻ മലത്തി അടിപ്പിച്ചു. അപ്പോൾ ഈ ഹലോ മല്ലു ഫസ്മിന ഹലോ മല്ലുവിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇടുന്നു, എക്സ്പോസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഹലോ മല്ലു ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ കുറച്ച് എക്സ്പോസ് ചെയ്യുന്നു, ഞാൻ എന്തിനു ചെയ്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് അയച്ച സമയത്ത് എന്താ സംഭവിക്കുന്നത്? നീ മിണ്ടുക ചെയ്യില്ല, അവൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഹക്കീം എന്ന് പറയുന്ന പുള്ളിക്കാരൻ ശരിക്കും നടുക്ക് നിന്ന് യവനെ പിരികേറ്റും എന്നിട്ട് നടുക്കുന്നുള്ള ലാഭം മൊത്തം പുള്ളി എടുക്കും. ആ പരിപാടിയാണ് ഹക്കീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു മോനെ, ഇനി എക്സ്പോസിംഗ് എന്നൊന്നും പറഞ്ഞ് ഇറങ്ങല്ലേ കേട്ടോ. ഇനി ഹക്കീമിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫസ്മിനെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് അടുത്ത സ്റ്റോറി ഇടിപ്പിച്ചു. അതും ഞാൻ കേട്ടു. ഫസ്റ്റ് എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഇസ് സെറ്റിൽമെൻറ്റ്, പ്യുവർ സെറ്റിൽമെൻറ്റ്. അതായത് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ നിന്ന് പൈസ വാങ്ങുക, മനസ്സിലായോ? ലൈക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചെകഞ്ഞ് അറിഞ്ഞ് അവരായിട്ട് ഫ്രണ്ട്ലിയായിട്ട് നിന്ന് ബാക്കിൽ നിന്ന് ഒരാളെ നിർത്തിയിട്ട് അവരെ കൊണ്ട് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ച് സെറ്റിൽമെൻറ്റ് വാങ്ങുക വിത്തൗട്ട് അവർ നോളജ്. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ അനന്തു, ഇതാണിപ്പോൾ ഹക്കീമിനെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ. പെപ്പയുടെ വിഷയത്തിൽ പെപ്പ ഏതൊരു പെണ്ണുമായിട്ട് ഡിങ്കോൾഫി പരിപാടി, സ്നേഹം, സൗഹൃദം, പ്രണയം, ലാളന ഒക്കെ കൊടുത്ത് ആ ലാളന ആ പെണ്ണ് യവനം കൂടെ ചേർന്ന് സ്റ്റോറി ഒക്കെ ഇടുന്നു. എന്നിട്ട് പെപ്പയോട് ബാർഗെയിൻ ചെയ്ത് 25 lakhs അടിച്ചു. ഇതിന് നടുക്ക് ഒരു കാര്യമില്ലാതെ ഹനാൻ ഷായും വന്ന് നിന്ന്. ഇതാണ് ആ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഫസ്മിനെ പറയുന്നത് ഇത് തന്നെയാണ് അവൻ്റെ പരിപാടി, ബ്ലാക്ക് മെയിലിംഗ് പരിപാടി തന്നെ, എന്നിട്ട് പൈസ കിട്ടുന്ന പരിപാടി. ഇത് ഫസ്മിനെ പറയുന്നത് കൊണ്ട് എത്ര ശതമാനം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തീരെ ട്രസ്റ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഫസ്മിന. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്മിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഫസ്മിന മറുപടി റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കാര്യം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു, അവർക്ക് പറയാനുള്ള തിരിച്ചു പറഞ്ഞു. പക്ഷേ ഫസ്മിന തിരിച്ച് പറഞ്ഞ ഒന്നിനകത്തും ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയല്ല. പർപ്പിൾ ഡ്രസ്സ് ഇട്ട് വന്നേക്കാം, ചേട്ടന് ജോലിയുണ്ടോ, ടാവും പിടിച്ചോണ്ടിരിക്കുക, ഇതൊക്കെയാണ് എനിക്കെതിരെ പറഞ്ഞ സാധനങ്ങൾ. സോ പുള്ളിക്കാരി ജയിക്കാൻ എന്തും പറയുന്നൊരു ടീമാണെന്നാണ് എനിക്ക് അന്ന് മനസ്സിലായത്. അതുകൊണ്ട് പുള്ളിക്കാരുടെ വാക്കുകൾ എത്ര ശതമാനം വിശ്വസനീയമാണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഫസ്മിന് പറഞ്ഞത് ശരിയാകാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഹക്കീമിൻ്റെ വീഡിയോ ഇട്ട് അനന്തുമായിട്ട് ഞാൻ ഫ്രണ്ട്സായി. വി ഈവൻ ഹാഡ് എ ഗ്രൂപ്പ് ഇൻ ഇൻസ്റ്റാഗ്രാം. ഞാനും ഹക്കീമും അനന്തും ഉള്ള ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ അടിയായി, ഇവർ തമ്മിൽ പ്രശ്നങ്ങളായി. അബൌട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ കാൺ സേ ഓൺ യൂട്യൂബ് ഗൈഡ് ലൈൻസിൻ്റെ പ്രശ്നങ്ങളല്ലേ, എനിക്കത് പറയാൻ പറ്റില്ല. സോ ഇതിൽ ഞാൻ ഇതാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. അല്ലാത്ത അതെ, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അവന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. ഫസ്മിന് അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നുമില്ല. അപ്പോൾ ഡ്രേക്കുമായിട്ട് പ്രശ്നമായി. സോ ഡ്രേക്ക് യവനെ എക്സ്പോസ് ചെയ്ത്, യവൻ തിരിച്ച് ഡ്രേക്കിനെ എക്സ്പോസ് ചെയ്യാൻ നടക്കുന്നു. ഇപ്പോൾ ഡ്രേക്ക് ഏതൊരു പെണ്ണിൻ്റെ കഴുത്തേക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രേക്ക് എന്തോന്നു ഡ്രാക്കുളയോ, എനിക്കറിയാൻ പാടില്ല. ഇവൻ ഫുള്ള് പ്രശ്നമാണ്. എക്സ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സകല ആളുകളും പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡ്രേക്ക് പ്രശ്നക്കാരനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ബാക്കിയേക്കാം ഫസ്മിനിക്ക് പറയാനുള്ള. ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ ഫ്രണ്ടും അവൻ ഫ്രണ്ടായിട്ട് കണ്ടിരുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരാളുടെ പ്രൈവറ്റ് കോൺവെർസേഷൻ, അവനോട് മാത്രം പേഴ്സണലി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ്റെ സ്വന്തം പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് അവനതെടുത്ത് സ്റ്റോറി ഇട്ടു. വിച്ച് വാസ് നോട്ട് അറ്റ് ഓൾ ഓക്കെ, ബിക്കോസ് അവളുടെ കൺസെൻറ്റ് ഇല്ലായിരുന്നു, അവളത് ഇടാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അവൾ അയച്ചു കൊടുത്ത വീഡിയോസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും 0 കൺസെൻറ്റ്.
സോ സീറോ കൺസെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളും വേറൊരാളുമായിട്ടുള്ള പേഴ്സണൽ പ്രൈവറ്റ് ചാറ്റുകളോ വീഡിയോകളോ സ്ക്രീൻ റെക്കോർഡുകളോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മറ്റൊരുത്തനെ എക്സ്പോസ് ചെയ്യണം എന്ന് പറയുന്ന നിൽക്കുന്ന ഒരുത്തൻ്റെ പണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കുന്നതിനകത്ത് എന്താണുള്ളത്? അപ്പം നിങ്ങളെ ഈ പ്രൈവറ്റ് ഓപ്പോസിറ്റ് വ്യക്തി ഉണ്ടാവുമല്ലോ, അവനുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അവൻ്റെ പേഴ്സണൽ പ്രൈവസി എടുത്തിട്ട് ഇവൻ്റെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുത്തിട്ട് ഇവനത് സ്റ്റോറി ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തിന് വേറൊരുത്തന്നെ അയച്ചു കൊടുക്കുന്നു? നിങ്ങളുടെ പേഴ്സണൽ പ്രൈവറ്റ് സാധനങ്ങൾ നിങ്ങൾ എന്തിന് മറ്റൊരുത്തിന് അയച്ചു കൊടുക്കുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക, ലീഗലി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുക, കോടതിയിൽ പോവുക, നിയമപരമായിട്ടുള്ള പരിരക്ഷ തേടുക. അതിന് പകരം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ല കേട്ടോ, കുറച്ച് ആളുകളെ കോടതികളായിട്ട് കണ്ടിട്ട് അവർക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കുക. യവന്മാരാര് സെറ്റിൽ ചെയ്യാനായിട്ട്? യവന്മാർക്ക് എന്ത് മറ്റേ നിയമം പഠിച്ചിട്ടുണ്ടോ? യവന്മാരാണോ നമ്മുടെ നാടിൻ്റെ അവസാന വാക്ക്? എന്തുണ്ടെങ്കിലും ഓടിപ്പിടിച്ച് എക്സ്പോസ് ചെയ്യുന്നവർക്ക് കയ്യിലോട്ട് കുറേ സാധനം ഇട്ട് കൊടുത്തിട്ട് കൈവിട്ട് പോയി കഴിയുമ്പോഴത്തേനും അയ്യോ എൻ്റെ പേഴ്സണൽ പ്രൈവറ്റ് അവൻ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇതാക്കി. നിങ്ങൾ എന്തിനാ അവൻ അയച്ചു കൊടുങ്ങിയ സാധനമൊക്കെ? അതാണ് മനസ്സിലാവാത്തത്. ഇവൾ എന്നെ വിളിച്ച് കരഞ്ഞു ആൻഡ് ഷി വാസ് ഓൺ ദ വേർജ് ഓഫ് സൂസൈഡ്. അവൾ ആ ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടും എന്ന് പറഞ്ഞ് ഐ വാസ് ലിറ്ററലി സ്കേർഡ്. കാരണം ഞാൻ നാട്ടിലായിരുന്നു, അവൾ കൊച്ചിയിലായിരുന്നു. ആൻഡ് ഐ വാസ് വെരി സ്കേർഡ്. സോ ഐ ടോൾഡ് ഹിം ആ സ്റ്റോറി നീ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഷീസ് ഓൺ ദ വേർജ് ഓഫ് സൂസൈഡ്. ആൻഡ് യു നോ വാട്ട് ഹി സെഡ്? അവൻ എൻ്റെ അടുത്ത് പറയാണ് ചാവുന്നെങ്കിൽ ചാവട്ടെ. ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ഇതെന്തൊരു മനുഷ്യനാണ്. ഒരാൾ ഇങ്ങനെ നമ്മുടെ ഈ ലല്ലുവിൻ്റെ സുനാപ്പിയൊക്കെ അവൻ്റെ ടെലഗ്രാം ചാനലിൽ കൂടെ പുറത്ത് വിട്ടപ്പോൾ അറിയത്തില്ലായിരുന്നോ? അപ്പം നിങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിച്ചു. ഫസ്മിനെ ഉപയോഗിച്ചു, ഹക്കീമിൻ്റെ പേഴ്സണൽ ഗെയിൻ ഉപയോഗിച്ചു, എല്ലാവരും ചെയ്തു. ആരെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഈ ഹക്കീമിൻ്റെ ടെലഗ്രാം ചാനലിലൂടെ എന്തൊക്കെ സാധനങ്ങൾ പുറത്തു വന്നു? ഫസ്മിനയുടെ ടെലഗ്രാം ചാനലിലൂടെ ലല്ലുവിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തിട്ടു? അതൊക്കെ വിട്. എന്നിട്ട് അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത് അവനെ അഫക്റ്റ് ചെയ്യുന്നുള്ള സാധനം അറിയത്തില്ലായിരുന്നോ? അവൻ പുണ്യാളം എന്ന് പറയുന്നില്ല കേട്ടോ, അവൻ ഇതിനേലും സൂപ്പറാണ്. അതുകൊണ്ട് അത് കുഴപ്പമില്ല, തിന്മയും തമ്മിൽ വെട്ടിപ്പൊക്കോളും. പറ. പെർമിഷനിലാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് ഇടാനും ഇതൊക്കെ പേഴ്സണലി പറഞ്ഞ കാര്യങ്ങളും വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളും ആസ് എ ഫ്രണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഓർഡർ എടുത്ത് കണ്ടന്റ് ആക്കി സ്വന്തം പേഴ്സണൽ ഗെയിനിന് ഇതാക്കുമ്പോൾ ഐ ഡോണ്ട് നോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹക്കീം എന്ന് പറയുന്ന വ്യക്തിക്ക് കണ്ടന്റ് മാത്രം മതി. കണ്ടന്റിന് വേണ്ടി ഏതറ്റം വരെയും പോകും, ആൾക്കാരെ അത്രയും ലെവലിൽ യൂസ് ചെയ്യും എന്നുള്ള കാര്യം. അവൻ കണ്ടന്റിന് വേണ്ടി ഏതറ്റം വരെയും പോകും. എന്തിനധികം പറയുന്നു? സ്വന്തമായിട്ടിരുന്ന് മരുന്നടിക്കുന്ന വീഡിയോ വരെ കണ്ടന്റ് ആക്കിയ മഹത് വ്യക്തിയാണ് അവൻ. ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ പുതിയ ഡിസ്പ്ലേ ഇല്ല, ഫോണിൻ്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ഇപ്പോൾ എക്സ്പ്ലനേഷൻ പറഞ്ഞേനെ. നീ ഇരുന്ന് ആലോചിച്ച് സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ പറയുമ്പോഴത്തേനും മീറ്റ് മിസ്റ്റർ അബ്ദുൾ ഹക്കീം എന്ന് പറഞ്ഞ സാധനം പറിച്ചുകൊണ്ട് വരണം. അതുവരെ വെയിറ്റ് ചെയ്യും. അതുവരെ പുള്ളിയുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പ്രശ്നമാണ്, പുള്ളിക്ക് ഫോണില്ല കേട്ടോ. ആൻഡ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് അവൻ മോശമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. ആൻ്റണി പെപ്പെ ഒരു പെണ്ണുമായിട്ട് മോശമായിട്ട് സംസാരിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അവൻ സ്റ്റോറി ഇട്ടിട്ട് അവൻ്റെ കയ്യിൽ പൈസ മേടിച്ച് അവൻ എന്നെ ചെയ്ത് ഫസ്മിനോട് ഒരു ഫ്രണ്ടുമായിട്ട് മുത്തേച്ചക്കന് സംസാരിച്ച്. ഇവിടെ നീ മറ്റൊരുത്തൻ്റെ ഇത്തരം പോരായ്മകൾ കണ്ടുപിടിക്കുമ്പോൾ പറ. ആൻഡ് അപ്പോഴും ഞാൻ അവനെ വിശ്വസിച്ചു, അവൾ കള്ളം പറയുന്നതായിരിക്കും. ഈവൻ വെൻ ഐ സോ ദ ലെജിറ്റ് പ്രൂഫ്, ആ ചാറ്റ് ഞാൻ കണ്ടിട്ട് പോലും ഐ വാസ് ലൈക്ക് ഇത് ക്രിയേറ്റഡ് ആണോ, ഇതെന്താണ്? കാരണം ഹക്കീം എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു മൈൻഡിൽ ഞാനത് വിശ്വസിച്ചില്ല. അതെ, സോളിഡ് പ്രൂഫ് കണ്ടു പോലും വിശ്വസിച്ചില്ല. ഹക്കീം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖയാണല്ലോ, ഹക്കീം കള്ളം പറയത്തില്ലല്ലോ. 2 പെൺകുട്ടികൾ ഇതേ സെയിം കാര്യം പറഞ്ഞിട്ടും ഐ ട്രസ്റ്റഡ് ഹിം. ആൻഡ് ഇവൻ്റെ വേറെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാം, അതൊന്നും ഞാൻ ഇവിടെ ഇടുന്നില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും റോങ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് ട്രൂത്ത് ഓർ ഡെയർ രീതിയിൽ വേറെ ഒരു ഇതിലോട്ട് പോയിട്ട് ഐ ട്രസ്റ്റഡ് ഹിം. ആൻഡ് ആ ഫ്രണ്ടിനോട് വരെ ഞാൻ ഇവന് വേണ്ടി അടിയായിട്ടുണ്ട്. ട്രൂത്ത് ഓർ ഡെയർ വെച്ച് അങ്ങനെയും കളിക്കാം. ഞാൻ ഈ ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നതാണല്ലോ, ഇങ്ങനൊരു ഒരു പോസിബിലിറ്റി ഇതിനുള്ളതായിട്ട്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഫസ്മിനിൽ എനിക്ക് റെസ്പെക്റ്റ് വന്നൊരു കാര്യം, അവൻ്റെ എന്തൊക്കെയോ പേഴ്സണൽ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ഫസ്മിൻ അത് ഇപ്പോൾ തുറന്ന് പറഞ്ഞില്ല. ഫസ്മിൻ ആ ഒരു പ്രൈവസിയെ മാനിച്ചു. വളരെ നല്ല കാര്യം. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഹക്കീം എന്ന് പറയുന്നവനായാലും യവന്മാരുടെയൊക്കെ എല്ലാവർക്കും കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് മെജോറിറ്റി ആളുകൾക്കും കണ്ടൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. കണ്ടൻറ് ഇല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം എടുത്തിട്ട് അമ്മാനും ആടും. സോ ഒരാളുടെ അടുത്ത് വിശ്വസിച്ച് പറയുമ്പോഴത്തേനും അയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ നോക്കുക. നമുക്ക് തുറന്നു നോക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും നിങ്ങളുടെ പേഴ്സണൽ സാധനം പേഴ്സണലായിട്ട് തന്നെ വെക്കുക. നിങ്ങളുടെ ചാറ്റുകളും സ്ക്രീൻ റെക്കോർഡുകളും എല്ലാം വേറൊരുത്തന്നെ അയച്ചു കൊടുത്തിട്ട് പിന്നീടൊരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ പോയി, കഴിഞ്ഞ് കഥം, ബൈ ബൈ, പിന്നെ അതിനെ തിരിച്ചു പിടിക്കാനൊന്നും പറ്റത്തില്ല. ഈ ഹക്കീമിനെ കുറിച്ച് കുറേ നാളുകൾക്കുണ്ടായി ഇങ്ങനെ പല കാര്യങ്ങൾ കേൾക്കുന്നു, പല വിഷയങ്ങൾ കേൾക്കുന്നു. ലഹരിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ പറയുന്ന ബ്ലാക്ക് മെയിലിംഗ് പ്രശ്നങ്ങൾ,
എന്നിട്ടും വീണ്ടും വീണ്ടും അവനെ വിശ്വസിച്ചുകൊണ്ട് കാശ് കൊടുക്കുകയാണ്. ഒരു സ്റ്റോറി ഇടാനും റിമൂവ് ചെയ്യാനും ഒക്കെ ബാർഗെയിൻ ചെയ്യുന്നത് ലക്ഷങ്ങളാണ്. 25 ലക്ഷം 50 ലക്ഷം ഒക്കെയാണ് ചോദിക്കുന്ന സാധനങ്ങൾ. ഇത് മറ്റൊരാൾ സമ്പന്നനായിട്ടൊരാൾ അയാളുടെ മുഖം രക്ഷിക്കാനായിട്ട് ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും. സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞ് നീയൊന്നും ഇറങ്ങല്ലേ. ഇനിയിപ്പോൾ ഹക്കീമിൻ്റെ എക്സ്പ്ലനേഷൻ വരും, അത് വരട്ടെ, അത് വരുമ്പോൾ കാണാം. അതിന് ഫസ്റ്റ് ഫോണിൻ്റെ ഡിസ്പ്ലേ വരണം. ഡിസ്പ്ലേ വന്നാലേ ചെയ്യാൻ പറ്റൂ. UAE-ലൊക്കെ ഡിസ്പ്ലേ ശരിയാക്കാൻ കുറഞ്ഞ ഒരു 10-75 ദിവസം എടുക്കും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.